ഹായ് സുന്ദരീസ്, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു ഹെവി ദുപ്പട്ട ഡിസൈൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ കളറിനനുസരിച്ച്, നമ്മുടെ ഡ്രസ്സിനനുസരിച്ച്. സോ ആദ്യമേ തന്നെ നമുക്ക് എത്ര മീറ്റർ വേണമെന്നുള്ളത് നോക്കാം. 2.25 മീറ്ററാണ് യൂഷ്വലി നമ്മൾ ദുപ്പട്ടയ്ക്ക് എടുക്കുക, ഷോളിന് എടുക്കുക. ഇനി ഒരുപാട് പൊക്കമുള്ള ഒരാളാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കൂടുതൽ എടുക്കാം. എന്നാലും മാക്സിമം 2.5 മീറ്റർ, അതിൽ കൂടുതൽ എന്തായാലും ശരിയാവില്ല കേട്ടോ. അപ്പോൾ 2.25 മീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ വീതി യൂഷ്വലി കിട്ടുന്ന വീതി തന്നെ ഉണ്ടല്ലോ. ഞാൻ എന്നിട്ട് എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ വീതി ഉള്ളേന്ന് ഒരു ലേശം വെട്ടി കളഞ്ഞിട്ടുണ്ട്. കളയല്ല, മാറ്റി വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് വേറെ എന്തെങ്കിലും തുന്നാന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു 6 ഇഞ്ചോളം ഞാൻ വെട്ടി മാറ്റിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ഒരുപാട് വീതിയായിട്ട് തോന്നി. ഇനി ബോർഡറിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് തുണി ഇഷ്ടം ഞാൻ വെൽവെറ്റിൻ്റെ തുണി എടുത്തിട്ടുണ്ട്, ലേസ് പോലെ വെക്കാനായിട്ട്. പിന്നെ അത് കൂടാണ്ട് വേറൊരു ലേസ് മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ സൈഡ് വെട്ടി മാറ്റിയിട്ടുണ്ടല്ലോ, അത് ഒരു 6-7 ഇഞ്ചോളം ഉണ്ടായിരുന്നു. അത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു മിക്ക വല്ല ടോപ്പൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഈ ഭാഗത്ത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലേസാണ് വെക്കാൻ പോണത്. അപ്പോൾ ഈ ലേസ് വെക്കുമ്പോൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല പുറത്ത് ഈ ലേസ് കാണും, പിന്നെ ചീത്ത വശത്ത് ഈ റെഡ് കളറിലെ തുണി കാണും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ തുന്നാൻ പോണത്. അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്, ഭംഗിയും ഉണ്ടാവും. അപ്പോൾ ഞാൻ സാധാരണ ഒരു റോ സിൽക്കിൻ്റെ തുണി റെഡ് കളർ ഒരു 2 ഇഞ്ച് എടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ലേസ് എന്ന് പറയുന്നത് 1 ഇഞ്ച് അത്രയ്ക്കില്ല. 1 ഇഞ്ച് 1 ഇഞ്ചിനെക്കാട്ടിലും കുറച്ച് കുറവാണ്. ഇവിടെ ഞാൻ റെഡ് കളറിലെ തുണി ഒരു 2 ഇഞ്ചിന് മീതെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിലായിട്ട് വെച്ചിട്ട് ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് കംപ്ലീറ്റ്ലി. ഓക്കെ, കംപ്ലീറ്റ്ലി ഒരു സൈഡിലേക്ക് എത്ര വേണോ അത് ഫുൾ അടിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ റെഡ് തുണി ഉണ്ടല്ലോ, അത് ഉള്ളിലേക്ക് മടക്കി വെക്കുക. ഓക്കെ, ഉള്ളിലേക്ക് മടക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കി കുറച്ചും കൂടി തുണി വരും ഇല്ലേ, ഇപ്പം കാണുന്ന പോലെ. അത് കുറച്ച് ഉള്ളിലേക്ക് ഇതേപോലെ മടക്കി വെക്കുക. എന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദുപ്പട്ട എടുത്തിട്ട് അതിൻ്റെ സൈഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ആവുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദുപ്പട്ട അതിൻ്റെ ഉള്ളിലുണ്ടാവും, ഫ്രണ്ടിൽ ഈ ലേസും ഉണ്ടാവും, ബാക്കിൽ ഈ റെഡ് കളറിലെ തുണി ഉണ്ടാവും. അപ്പോൾ നല്ല നീറ്റായിരിക്കും പുറത്തുനിന്ന്. അതായത് നമ്മൾ ഷോൾ ഇട്ട് കഴിഞ്ഞാൽ, ഷോൾഡർ ഭാഗത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ ഭാഗം ശരിക്കും പറഞ്ഞാൽ പിന്നിലത്തെ ഭാഗം നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ കാണുമല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ലേസിൻ്റെ പിൻവശം കാണുന്നേക്കാളും ഭംഗിയാണ് ലേസിൻ്റെ പിന്നിൽ നമ്മളൊരു നല്ല തുണി വെച്ച് അടിച്ചു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ കുറേ കൂടി പ്രൊഫഷണൽ ലുക്കിൻ്റെ നീറ്റ് ലുക്ക് ഉണ്ടാവും അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വേറെ തുണിയും കൂടി വെച്ച് ചേർത്ത് അടിച്ചെടുക്കുന്നത്. പിന്നെ ഈ സൈഡിൽ ശരിക്കും ഒരുപാട് സ്റ്റോൺസ് ഉള്ള കാരണം കുറച്ച് ഞാൻ കഷ്ടപ്പെട്ടു ഇതേപോലെ തുന്നിയെടുക്കാൻ. സാധാരണ തുണിയാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഒരു സൈഡായി. ഇനി അടുത്ത സൈഡിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് നെറ്റിന്റെ തുണിയായിട്ടുണ്ട്. അതായത് നെറ്റിന്റെ മീതെ വർക്ക് ഇല്ലാത്ത തുണി ഉള്ളത് കാരണം ഇതിന്റെ മീതെ നമുക്ക് ഡയറക്ട്ലി സ്റ്റിച്ച് ചെയ്യാം. ഈ സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ കൈയുടെ അവിടേക്ക് വരുന്ന സൈഡാണ്. മറ്റു കുഞ്ഞി ലേസ് വെച്ച് മാത്രം അടിച്ചില്ലേ നമ്മൾ അകവും പുറവും നല്ല തുണി വെച്ചിട്ട്, അതെന്ന് പറയുന്നത് ഷോൾഡറിന്റെ അവിടെ വരുന്നത്. അപ്പൊ ഷോൾഡറിന്റെ അവിടെ ചെറിയ ലേസും താഴേക്ക് ഉള്ള മറ്റേ ഓപ്പോസിറ്റ് സൈഡില് നല്ല വലിയ ലേസും വെക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ പിന്നെ വർക്കൊന്നും ഇല്ലാത്ത കാരണം വളരെ എളുപ്പമായി. ഈ നെറ്റ് വർക്ക് ഇല്ലാത്ത തുണി അപ്പുറത്തെ ഭാഗത്തും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പക്ഷെ വീതി അധികം വേണ്ട വെച്ചിട്ട് വെട്ടി മാറ്റിയതാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ഒരു ലേസ് അങ്ങനെ അടിച്ചു. അടുത്ത് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലേസ് ആയിട്ട് മേടിച്ചിട്ടില്ല, പകരം തുണിയാണ് മേടിച്ചിരിക്കുന്നത്. ഇത് വെൽവെറ്റിന്റെ തുണിയാണ്, അതിലെന്തോ ഗോൾഡൻ സ്റ്റോൺ വർക്ക് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 4-4.5 ഇഞ്ചോളം എടുത്തിട്ട് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സൈഡിലേക്കുള്ള ലേസിന്റെ തുണി മാത്രം മതി. അപ്പോൾ ഞാനിവിടെ 1/2 മീറ്റർ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പം അതിനായിട്ട് ഞാൻ ഇതേപോലെ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് 2 പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. എന്നാലാണ് നമുക്ക് വേണ്ട ആവശ്യത്തിനനുസരിച്ചുള്ള തുണി കിട്ടുള്ളൂ. നമുക്ക് സൈഡിൽ വെച്ചടിക്കാനുള്ള തുണി വേണ്ട, അതിന് വേണ്ടിയിട്ട്. ഇപ്പം കാണുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ഒന്ന് തുണിയൊക്കെ മേടിച്ചിട്ട് ചെയ്ത് നോക്കുമ്പോഴേക്കും കുറേ കൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ. ബേസിക്കലി വളരെ സിമ്പിളാണ്. ഒരു സൈഡിൽ നമ്മൾ കുഞ്ഞി ലേസും വെക്കുന്നത്, മറ്റേ സൈഡിൽ കുറേ കൂടി വീതിക്കാണ് വെക്കുന്നത്. കുഞ്ഞി ലേസ് വെക്കുന്നത് ഷോൾഡറിന്റെ അവിടെയാണെങ്കിൽ മറ്റേ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ വലിയ ലേസ് വെക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി പിക്ചറിലൊക്കെ കണ്ടില്ലേ, അതേപോലെ. അപ്പോൾ ഞാൻ ഇതേപോലെ സെയിം വിഡ്ത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി വീതി വേണമെങ്കിൽ കുറച്ചുകൂടി വീതിക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ തുണി വെച്ചിട്ട് കട്ട് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ആവും കുറേ കൂടി ലാഭം ഉണ്ടാവുക. ഓക്കെ, ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പീസുകളും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുക.
അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് നമ്മുടെ ആ നെറ്റ് മെറ്റീരിയലിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അപ്പം അതിനായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സൈഡിൽ മാത്രമാണ് ഈ ലേസ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. മറ്റേ സൈഡ് കണ്ടോ ഇപ്പോഴും ഓപ്പൺ ആണ്, ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പൺ സൈഡിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് മാത്രം ഈ വെൽവെറ്റിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തുണിയില്ലേ അത് ഉള്ളിലേക്ക് ആക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ മീതെ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. കംപ്ലീറ്റ്ലി അവസാനം വരെ ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഇതേപോലെ തന്നെ സ്റ്റിച്ച് കൊടുക്കുക ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഉള്ളിലേക്ക് പോകണം, കാരണം നമുക്ക് റോ എഡ്ജസ് ആണ്. അപ്പോൾ ആ പെർഫെക്ഷൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉള്ളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ നോക്കുമ്പോൾ കണ്ടില്ലേ ഇപ്പോൾ വേറെ സ്റ്റിച്ചുകളൊന്നും കാണുന്നില്ല, നല്ല നീറ്റ് അല്ലേ കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഇനി മറ്റേ സൈഡ് വളരെ സിമ്പിൾ ആണ്. ആ നെറ്റിന്റെ തുണിയും അതേപോലെ തന്നെ ഈ വെൽവെറ്റിന്റെ തുണി രണ്ടും കൂടി ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ മടക്കി വെക്കുക. അതായത് നെറ്റിന്റെ തുണി ഒരു ലേശവും മടക്കുക, വെൽവെറ്റിന്റെ തുണിയും ഉള്ളിലേക്ക് ഒരു ലേശം മടക്കുക, രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ എഗെയിൻ നല്ല പെർഫെക്റ്റ് സ്റ്റിച്ച് ആയിരിക്കും. പിന്നെ നൂലിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിനൂല് ക്രീം കളർ, അതായത് ഞാൻ ഇവിടെ ക്രീം കളറിൽ നെറ്റാണല്ലോ, അതുകൊണ്ടാണ് അടിനൂല് ക്രീം കളർ ഇട്ടിരിക്കുന്നത്. മേളിൽ റെഡ് ആയതുകൊണ്ട് റെഡ് നൂലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ തുണിയുടെ കളർ ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തണം കേട്ടോ. ഇനി ബാക്കിയുള്ള എക്സ്ട്രാ തുണി ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ആകെ ചെയ്യാനുള്ളത് അറ്റത്തെ രണ്ട് സൈഡുകൾ, അതായത് നമ്മുടെ ദുപ്പട്ടയുടെ അടിഭാഗം ഉണ്ടല്ലോ, അടിഭാഗത്ത് നമുക്ക് ലേസ് വെക്കണം. അതിനായിട്ട് നമ്മൾ ഒരു സൈഡിൽ ഒരു ലേസും ചുമപ്പ് തുണിയും കൂടിയിട്ട്, അതായത് അകവും പുറവും നല്ലത് വരണ പോലെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് തന്നെയാണ് നമ്മൾ ദുപ്പട്ടയുടെ അടിവശത്തും ചെയ്യണത്. ഒന്നിലെ കോണാകൃതിയിൽ വെക്കാം, പക്ഷെ എൻ്റെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ല കനമുള്ള ലേസാണ്, പിന്നെ അത് മാത്രമല്ല കല്ലുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സൈഡ് കോണാകൃതിയിൽ വെച്ചില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഞാൻ സാധാരണ പോലെ വെച്ചിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ലേസും റെഡ് തുണിയും കൂടെ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ദുപ്പട്ട വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തില്ലേ, അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സൈഡിൽ ലേസും അതേപോലെ തന്നെ പിന്നിൽ നല്ല തുണി ഉണ്ടാവും. പിന്നെ അറ്റത്ത് മാത്രം, അതായത് ദുപ്പട്ട ഇട്ട് കഴിഞ്ഞാൽ ഷോൾഡറിന്റെ ഭാഗത്തല്ല, അതിന്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് നല്ല ഹെവി ആയിട്ടുള്ള ലേസ് വർക്കും ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് തുണി മേടിച്ച് നമുക്ക് ഇഷ്ടാനുസൃതം ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ദുപ്പട്ടയിൽ ഫുള്ള് ലേസ് വെക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ 1/2 മീറ്റർ തുണി കൊണ്ട് മതിയാവും. നല്ല തിക്ക് ബോർഡർ വെക്കണമെങ്കിൽ 1 മീറ്റർ തുണി കൊണ്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എസ്പെഷ്യലി മുസ്ലിം ബ്രൈഡ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ തട്ടം പോലെ ഇടാനായിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ദുപ്പട്ട വേണമെങ്കിൽ ഇതേപോലെ ചെയ്തെടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ, വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ചെറിയ ബെല്ലൈക്കണുണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ഔട്ട് ചെയ്തിട്ട് എനിക്ക് എന്തായാലും പിക്ചർ അയച്ചു തരണം. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.